മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ധാരാളം വ്യക്തികൾ എന്നോട് ചോദിക്കാറുണ്ട്, ഗോവധ നിരോധനത്തെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താണ്? ധാരാളം വ്യക്തികൾ ഈ പശുവിൻ്റെ ഇറച്ചി കഴിച്ച് അത് വിറ്റ് ജീവിക്കുന്നുണ്ടല്ലോ. ധാരാളം ഹിന്ദുക്കളും ഇറച്ചി കഴിക്കുന്നുണ്ടല്ലോ. ഗോവധം നിരോധിക്കുമ്പോൾ എത്ര പേരുടെ ജോലിയാണ് പോകുന്നത്? ഗോവധം നിരോധിച്ചതുകൊണ്ട് എന്താണ് ഫലം? വീണ്ടും അവര് മറ്റു രീതിയിൽ പശുക്കളെ കൊല്ലില്ലേ? ഗോവധം നിരോധിക്കുമ്പോൾ എരുമകളെയും പോത്തുകളെയും ആടുകളെയും ഒക്കെ കൊല്ലുന്നത് അനുവദിച്ചിട്ടുണ്ടോ? ഞാൻ എല്ലാവരോടും ഒന്നേ പറയാറുണ്ട്, എന്ത് ചെയ്യുമ്പോഴും ഒരു മൃഗത്തിനെ കൊന്ന, പലപ്പോഴും കോഴിയായാലും കോഴി ഉൾപ്പെടെ ആയാലും ആട്, എരുമ, പോത്ത്, കാള, പശു, പന്നി, ഇവയെല്ലാം മനുഷ്യന് വേണ്ടി ജീവിക്കുന്ന മൃഗങ്ങളാണ്. പുലിയും കരടിയും അല്ലെങ്കിൽ ചെന്നായയും കഴുതപ്പുലിയും പോലെയുള്ളതല്ല. ഈവൻ ആനയെപ്പോലെയും കുതിരയെപ്പോലെയുമല്ല. ജീവിതം മുഴുവനും ശരിക്ക് ഒരു കോഴി ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരാട് ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് നോക്കിയാൽ നിങ്ങൾക്കറിയാം. ഞാനതൊന്നും വിവരിക്കണില്ല. ഒരു പോത്ത്, ഒരു എരുമ, ഒരു കാള, ഒരു പശു, അതിൻ്റെ ജീവിതാന്ത്യം വരെ അത് മനുഷ്യന് വേണ്ടി മാത്രം പ്രവർത്തിച്ച് അന്ത്യത്തില് അതിൻ്റെ കയ്യും കാലും മൂക്കുകയറും കൂട്ടിക്കെട്ടി പച്ചയ്ക്ക് കഴുത്തറുത്ത് അതിങ്ങനെ 1.5 മണിക്കൂർ കൈകാലിട്ടടിച്ച് ശ്വാസം കിട്ടാതെ അതിൻ്റെ ശ്വാസകോശമാണ് മുറിക്കുന്നത്. അങ്ങനെ അതിനെ വധിച്ച് ആ വേദന, നരകയാതന അതിനെ അനുഭവിപ്പിക്കുന്നത് ഓർക്കുമ്പോൾ ഞാൻ എല്ലാ പ്രഭാഷണങ്ങളിലും എല്ലാവരോടും പറയാറുണ്ട്, നിങ്ങൾ ഇറച്ചി ഒഴിവാക്കണം. നിങ്ങളത് തിന്നാനുള്ളത് കൊണ്ടാണ് മറ്റുള്ളവർ പശുക്കളെയും മറ്റുള്ളതിനെയും കൊന്ന് വിൽക്കുന്നത്. തിന്നാൻ ആൾക്കാരില്ലെങ്കിൽ കൊല്ലാനും വിൽക്കാനും ആൾക്കാരുണ്ടാവില്ല. അതുകൊണ്ട് ഗോവധത്തെക്കുറിച്ചോ ബാക്കിയുള്ളതിനെക്കുറിച്ചോ നിയമം പാസാക്കിയതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ എന്നോട് ചോദിക്കാത്തൊരു ചോദ്യത്തിന് ഉത്തരമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എന്നോട് ചോദിക്കാത്തൊരു ചോദ്യം, ശരിക്ക് ഭാരതീയർ ഈ മൃഗങ്ങളെല്ലാം പൂജിക്കുന്നവരാ, ഗോപൂജയൊക്കെ നടത്തുന്നവരാ. ഏത് മൃഗത്തെയും ഏത് സംസ്ഥാനക്കാരൻ മൃഗത്തിനെ കൊല്ലുന്നത് നിയമപരമായിട്ട് അനുവദിച്ചിട്ടുള്ള സംസ്ഥാനമാണെങ്കിലും നിയമപരമായിട്ട് അനുവദിക്കാത്ത സംസ്കാരമാണെങ്കിലും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ഭരണകർത്താക്കളോട്, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയോടും രമേശ് ചെന്നിത്തലയോടും കൃഷി വകുപ്പ് മന്ത്രിമാരോടും വെറ്റിനറി വിഭാഗം കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരോടും എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്. നിങ്ങൾ ഏത് മൃഗത്തെ കൊല്ലുമ്പോഴും അത് കൊല്ലുന്നത് ശരിയാണോ, ഇറച്ചി തിന്നുന്നത് ശരിയാണോ എന്നുള്ളതിലേക്ക് ഞാൻ കടക്കണില്ല. തിന്നരുതെന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ. കൊല്ലുമ്പോഴും 1 സെക്കൻഡിൽ കൂടുതൽ അതിനെ വേദനിപ്പിക്കല്ലേ എന്ന് മാത്രമേ പറയാവൂ. ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് ടാഗോർ ഗാർഡൻസ് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് ഒരു ബുച്ചർ ഷോപ്പ് ഉണ്ടായി. ഓരോ കാളയെയും കൊല്ലാനായിട്ട് അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മറ്റ് കാളകൾ ഇങ്ങനെ ഭയത്തോടു കൂടി നിൽക്കുന്ന ഒരു കാഴ്ച ഒരിക്കൽ കണ്ടു. ആ ഒരു കാളയെ കൊണ്ടുപോകുമ്പോൾ മറ്റേ കാള ഇങ്ങനെ വിറച്ച് പിടയ്ക്കുന്ന ഒരു സീൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ ബൈബിളിലും ഖുറാനിലും ഒക്കെ മൃഗങ്ങളെ ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത് മനുഷ്യനെ തിന്നാനാണ് എന്ന ഏറ്റവും മണ്ടത്തരം നേറിയ ഒരു സന്ദേശം അതിലുള്ളത് കൊണ്ടാണ് ഈ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വിചാരിക്കുന്നത് ദൈവം പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഏതിനെയും തിന്നാം കൊല്ലാം എന്നുള്ളത്. അതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ അതേ ദൈവം തന്നെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും മനുഷ്യനെ ഉണ്ടാക്കിയത് പുലിക്കും സിംഹത്തിനും തിന്നാൻ വേണ്ടിയിട്ടാണെന്ന്. അപ്പോ മനുഷ്യനെ എന്തും തിന്നാൻ വേണ്ടി ഈ ബൈബിൾ എഴുതിയതും മനുഷ്യരാണ്, ഈ ഖുറാൻ എഴുതിയതും മനുഷ്യരാണ്, ഈ മഹാഭാരതവും വേദവും ഉപനിഷത്തുക്കളും പുരാണങ്ങളും എഴുതിയത് മനുഷ്യരാണ്. മനുഷ്യന് പലപ്പോഴും മനുഷ്യന് വേണ്ടത് മാത്രമേ എഴുതുള്ളൂ. മൃഗങ്ങളൊന്നും പുരാണങ്ങൾ എഴുതിയിട്ടില്ലല്ലോ, മൃഗങ്ങൾ ഖുറാൻ എഴുതിയിട്ടില്ലല്ലോ, മൃഗങ്ങൾ ബൈബിൾ എഴുതിയിട്ടില്ലല്ലോ. എഴുതിയവർ പലരും ആ സ്വഭാവമുള്ളവരാണെങ്കിലും
അവർ മൃഗങ്ങളിലൊന്നും എഴുതിയിട്ടില്ല. അപ്പോൾ മൃഗങ്ങളെ കൊന്നു തിന്നാമെന്ന് അല്ലാണ്ട് മനുഷ്യൻ എഴുതുമോ? അപ്പൊ മനുഷ്യർ ചെയ്യുന്ന ആ നീച പ്രവൃത്തിയിൽ ആരെ കൊല്ലുകയോ കൊല്ലാതിരിക്കുകയോ ചെയ്യാം, പക്ഷേ വേദനിപ്പിക്കാതെ. ഉദാഹരണമായിട്ട് ഒരാളെ തൂക്കിക്കൊല്ലുകയാണെങ്കിൽ പോലും 1 സെക്കൻഡ് കൊണ്ട് ഈ നട്ടില് കണക്ഷൻ വിടുന്ന പറയാം, അറ്റ്ലസിന്റെയും ആക്സിസിന്റെയും കണക്ഷൻ വിടും. അപ്പൊ അയാളുടെ ശരീരം പിടയ്ക്കുന്നുണ്ടെങ്കിലും അയാൾക്ക് വേദന അനുഭവിക്കില്ല. കാരണം ഈ സ്പൈനൽ കോഡ് മുറിഞ്ഞു. സ്പൈനൽ കോഡ് മുറിഞ്ഞാൽ ശരീരത്തിന്റെ വേദന തലയിലേക്ക് എത്തില്ല, അറിയില്ല. ഇതാണ് മെഡിക്കൽ സയൻസ് പറയുന്നത്. അതുകൊണ്ട് ഈ കേരളത്തില്, ഭാരതത്തിലെ മറ്റ് സ്ഥലങ്ങളില് ജീവനോടെ കോഴിയുടെ ചിറക് പറിച്ചെടുക്കുന്ന കാഴ്ച എവിടെ പോകുമ്പോഴും കാണാറുണ്ട്. അതേപോലെ ഏഷ്യാനെറ്റിലും പല TV ചാനലുകളിലും ഈ ഒരു ചെറിയ കത്തി ഉപയോഗിച്ച് വലിയ പോത്തിന്റെ കഴുത്തിങ്ങനെ പതുക്കെയാണ് മുറിക്കുന്നത്. കാരണം അത് ആ എയർ കിട്ടരുത്, ജുഗുലാർ വെയിൻ മുറിയുമ്പോൾ ചോര പോകണം. അതിങ്ങനെ പെടഞ്ഞ് മരിക്കുന്ന ആ സീനൊന്ന് ആലോചിച്ച് നോക്കാം. അതിന് പകരം ഒറ്റ വെട്ടിന് തീരണം, അതിനെ വേദനിപ്പിക്കരുത്. അത്രേ ഞാൻ പറയാറുള്ളൂ. മനുഷ്യന് തിന്നാൻ വേണ്ടിയിട്ട് ഇത് തന്നെ ഉള്ളോ? ഇഷ്ടംമാതിരി വെജിറ്റബിളും ബാക്കിയെല്ലാം ഉള്ള ലോകത്തില്, വെജിറ്റേറിയൻ ജീവിത സംസ്കാരം ഭാരതത്തിലുള്ള ലോകത്തില് എന്തിനായി മൃഗങ്ങളെ തിന്നുന്നതെന്ന് ഞാൻ ചോദിക്കാറുണ്ട്. തിന്നേ തീരൂ, മതത്തിന്റെ പേരിലൊന്നുമല്ല, തിന്നേ തീരൂ എങ്കിൽ അതിനെ കൊല്ലുമ്പോൾ അതിനെ ഒരല്പം പോലും വേദനിപ്പിക്കാതെ കൊല്ലണമേ. ഈ ഒഞ്ചിയത്ത് TPA കൊന്നപ്പോ, ആ TPA ഒഞ്ചിയത്ത് കൊന്നപ്പോ 52 വെട്ടിയതെന്നാ പറയുന്നത്. ആ ഏൽക്കുമ്പോൾ ആ മനുഷ്യൻ അനുഭവിച്ച വേദനയൊന്ന് ആലോചിച്ച് നോക്കാം. എത്ര ദിവസത്തെ പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു. ഇപ്പൊ TP കേസിനെ കുറിച്ച് കേൾക്കുന്നേ ഇല്ല. എത്ര പോലീസുകാര് രാപ്പകല് മഴയത്ത് എന്തൊക്കെ കഷ്ടപ്പെട്ടിട്ടാ അതിന്റെ പ്രതികളെയൊക്കെ പിടിച്ചത്. ഇപ്പൊ യാതൊന്നും കേൾക്കുന്നില്ല. എന്തിനാ ഞാനിത് പറഞ്ഞത്? വിഷയം മാറിപ്പോയതല്ല. ആ TPയുടെ തലയിൽ വെട്ടേക്കുമ്പോൾ ആ മനുഷ്യൻ അനുഭവിച്ച വേദന നിങ്ങളുടെ തലയിൽ ആ വെട്ടേൽക്കുന്നതെങ്കിൽ എത്ര സീരിയസ് ആയിരിക്കും നോക്കാം. അതേപോലെ ഈ മൃഗങ്ങളെ വെട്ടുമ്പോൾ അത് അനുഭവിക്കുന്ന വേദന മനുഷ്യനേക്കാൾ വലിയ ശരീരമാണ് അതിനുള്ളത്. അതുകൊണ്ട് അതിനേക്കാൾ കൂടുതൽ വേദന അതിനുണ്ടാവും. അതിന് ഭയമുണ്ട്, വികാരമുണ്ട്. ഏതെങ്കിലും യഹോവയോ അല്ലാഹുവോ മൃഗങ്ങൾക്ക് വേദനയും വിവേകവും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദൈവങ്ങൾക്ക് ആ തലയ്ക്ക് സുഖമില്ലാത്തത്. ഇനി അഥവാ വിവേകമില്ലാത്തത് കൊണ്ട് മൃഗത്തെ തിന്നാമെന്നാണ് ഈ ദൈവങ്ങൾ പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഒരു ചെറിയ കുട്ടിക്ക് ഒരു വിവേകവും ഇല്ലല്ലോ. അതിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് കഴുത്ത് അറുത്തു നോക്കാം. അത് കത്തി കാണുമ്പോൾ പേടിക്കൊന്നുമില്ല, കാരണം അത് കത്തി കണ്ടിട്ടേ ഇല്ല, അതിന് പേടിയൊന്നും ഉണ്ടാവില്ല. അപ്പൊ ചെറിയ കുട്ടിക്ക് വിവേകമില്ല, എന്നാ പിന്നെ അതിനെ തിന്നൂടെ, ചെറിയ കുട്ടിയെ തിന്നൂടെ. ഈ മൃഗങ്ങളെ മനുഷ്യര് തിന്നില്ലെങ്കിൽ ഈ ഭൂമി മുഴുവനും അവർ നിറയും. അങ്ങനെയാണെങ്കിൽ ആദ്യം തിന്നേണ്ടത് വയസ്സായിട്ടുള്ള മനുഷ്യരെയാണ്. അവരാണ് ഇപ്പൊ മൃഗങ്ങളെക്കാൾ കൂടുതൽ നമ്പറിൽ ഇവിടെ ഉള്ളത്. പിന്നെ വേറൊരു ഉത്തരം കൂടി അതിനുണ്ട്. കാക്കയെ മനുഷ്യൻ തിന്നാറില്ല, ഭൂമി മുഴുവനും കാക്ക കൊണ്ട് നിറഞ്ഞോ? എലിയെ മനുഷ്യൻ ജനറലി തിന്നാറില്ല, ഭൂമി മുഴുവൻ എലി കൊണ്ട് നിറഞ്ഞോ? ഇല്ലല്ലോ. കുരങ്ങന്മാരെ ജനറലി തിന്നാറില്ല, പട്ടിയെ തിന്നാറില്ല, പൂച്ചയെ തിന്നാറില്ല, കഴുതയെ തിന്നാറില്ല, ജനറലി തിന്നാറില്ല. ഐസൊലേറ്റഡ് കേസിന് തിന്നാറുണ്ടായിരിക്കാം. ആ മൃഗങ്ങളെ കൊണ്ട് ഈ ഭൂമി നിറഞ്ഞോ? മൂങ്ങയെ കൊണ്ട് നിറഞ്ഞോ? കുരുവികളെ കൊണ്ട് നിറഞ്ഞോ? പാമ്പുകളെ കൊണ്ട് നിറഞ്ഞോ? കീരികളെ കൊണ്ട് നിറഞ്ഞോ? ഇല്ലല്ലോ. കാരണം അവയൊന്നും മനുഷ്യൻ തിന്നാറില്ലല്ലോ. അപ്പൊ മനുഷ്യൻ തിന്നില്ലെങ്കിൽ ഭൂമി മുഴുവനും ഇവരായിരിക്കുമെന്ന ധാരണ ആണ് അറിയിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആദ്യം തിന്നേണ്ടത് ഇനി ഒരു പ്രയോജനം ഇല്ലാത്ത മനുഷ്യരാണ്. അവരുടെ എണ്ണമാണ് 786 കോടിയായി തീർന്നിരിക്കുന്നത്. ഏത് മൃഗത്തെക്കാളും കൂടുതൽ എണ്ണം മനുഷ്യമൃഗമാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ മനുഷ്യമൃഗമാണ്. അപ്പോ ജസ്റ്റിഫിക്കേഷൻ എന്തുമാവട്ടെ, കൊല്ലലോ എന്തുമാവട്ടെ, 1 സെക്കൻഡ് പോലും ഇവയെ വേദനിപ്പിക്കാതെ കൊല്ലുന്ന മെഷീനോ സിസ്റ്റമോ ഉണ്ടാവണം. നരകയാതന അനുഭവിപ്പിച്ച് ഈ മൃഗങ്ങളെ കൊല്ലരുത് എന്ന് മാത്രം എനിക്ക് പറയാനുള്ളത്. പ്രണാമം, നമസ്കാരം.